നല്ല മധുരമുള്ള അടിപൊളി തണ്ണിമത്തൻ. നമ്മുടെ കേരളത്തിൽ ചൂടുകാലം തുടങ്ങി, ഒപ്പം തണ്ണിമത്തൻ സീസൺ. ശരിക്കും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്നതാണ് തണ്ണിമത്തൻ. എങ്ങനെയാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് കൃത്യമായ വിപണി കണ്ട് കൃഷി ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ ശാസ്താംകടവ് എന്ന പ്രദേശത്താണ്. ഇവിടെ വിശാലമായ ഇടത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് പവനൻ ചേട്ടൻ. തൃശ്ശൂർ കോടന്നൂർ ഈ ഒരു ശാസ്താംകടവ് എന്ന പ്രദേശത്ത് വിപുലമായ രീതിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തു വരികയാണ്. എത്ര വർഷമായി ചേട്ടാ ഇങ്ങനെ തണ്ണിമത്തനും പിന്നെ ഇടവിളയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന മത്തൻ, കുമ്പളങ്ങ അങ്ങനെ പലതും പരീക്ഷിക്കാറുണ്ട്? എത്ര വർഷമായി ഇങ്ങനെ കൃഷി? ഞാൻ 4 വർഷമായിട്ടുണ്ട് തണ്ണിമത്തൻ കൃഷിയിലേക്ക് പ്രവേശനം. എന്താ ചെയ്തിരുന്ന കൃഷി? എനിക്ക് നെൽകൃഷിയാണ്. അത് കൂടാതെ തന്നെ നമുക്ക് പശുക്കളുണ്ട്. എൻ്റെ വീട്ടാവശ്യത്തിന് പച്ചക്കറി ചെയ്യാറുണ്ട്, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിപുലമായ കൃഷികൾ ഞാൻ ചെയ്തു പോരുന്നുണ്ട്. ഇതിപ്പോ വീട് വരുന്നത് ചേട്ടന്റെ? എന്റെ വീട് പള്ളിപ്പുറം. അവിടെയാണ് പശുവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ പാട്ടത്തിന് എടുത്തിട്ടാണ് ഈ ശാസ്താംകടവിൽ കൃഷി ചെയ്തു വരുന്നത്. ഇതിപ്പോ എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നത്? 7 ഏക്കർ സ്ഥലത്ത് നമ്മൾ ചെയ്തു വരുന്നത്. എങ്ങനെയുണ്ട് വിളവെടുപ്പൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു വിളവെടുപ്പ്? നല്ല നിലയിൽ. ഇപ്പൊ ഞാനിപ്പോ ഒരു 20 ദിവസം കഴിഞ്ഞ് ഇവിടെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു 5 ഏക്കർ അല്ലെ ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അത് കഴിഞ്ഞപ്പോ ഒരു 2 ഏക്കർ അപ്പുറത്തുണ്ട്. അതിലെ വിളവെടുപ്പ് തുടങ്ങാറായിട്ടുള്ളൂ. തുടങ്ങിയപ്പോ തന്നെ ഭയങ്കര ഡിമാൻഡുള്ള സമയം. മുൻകാലങ്ങളിൽ ഇത്ര വില കിട്ടാറില്ല. ഈ വർഷം നമുക്ക് കുറച്ച് മെച്ചപ്പെട്ട വില കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലായതുകൊണ്ട് അല്ലേ? സാധാരണ തമിഴ്നാട്ടിൽ നിന്നാണ് വരാറ്. മാർക്കറ്റ് കൂടി ഇതിപ്പോ ഒരു 4 കിലോ ഉണ്ട്. നല്ല ജൈവ രീതിയിൽ തന്നെയാണ്. പാടായതുകൊണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ഉള്ളി നല്ല റെഡ് ആയിട്ട് നോക്കാം. എന്തായാലും നമ്മൾ പല കളർ ഉണ്ട് നമ്മുടെ കയ്യില്. ഓറഞ്ച് ഉണ്ട്, മഞ്ഞിന്റെ. ഇതിപ്പോ മുക്കാസ എന്ന് പറയുന്നത് കിരണില് പെട്ടതാ. കിരണിന്റെ ഒരു ഫാമിലി. അതന്നെ. എത്ര ഇപ്പൊ നല്ല ഒരു വിളവെടുപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. എത്ര ഏകദേശം? ഇപ്പൊ നമ്മളൊരു 30 ടണ്ണ് 35 ടണ്ണ് ഇപ്പൊ നമ്മുടെ കയറി കഴിഞ്ഞിട്ടുണ്ട്. തണ്ണിമത്തൻ പൊതുവെ ആദായകരമാണെന്ന് പറയുന്നുണ്ട്. പരിപാലനമൊക്കെ എങ്ങനെയാണ് വരുന്നതിന്റെ? പരിപാലനം നമ്മൾ ആദ്യം തൊട്ടേ അതിന്റെ ട്രാക്ടർ അടിച്ച് നെല്ലൊക്കെ എല്ലാം ഒരുക്കിയതിന് ശേഷം കുമ്മായി ഇട്ടതിന് ശേഷം നമ്മൾ പൊടി കൂട്ടി ഇതില് ഷീറ്റൊക്കെ ഇട്ട് അതിന്റെ പൈപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം കുരുകുത്തും. കുരുകുത്തി നമ്മളൊരു 72ാമത്തെ ദിവസം നമ്മൾ കായ പറിക്കാൻ തുടങ്ങും. കോഴിക്കാട്ടം, ചാണം, ജൈവവളങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള വളങ്ങൾ എന്ന് വെച്ചാൽ ഒക്കെ ന്യൂട്രിയൻസ് വളങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്രാവശ്യം ഈ ഒരു സീസൺ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായി? നല്ല സീസൺ ആയിരുന്നു. തുടക്കം കുറച്ച് മുന്നേ ഞങ്ങൾ ചെയ്തു. മുൻകൂട്ടി ചെയ്തു ഞങ്ങൾ. ശരിക്കും ആ ഒരു കറക്റ്റ് ആപ്റ്റായ സമയത്ത് നമുക്ക് അതിന് വിലയും കാര്യങ്ങളൊക്കെ വില കിട്ടണം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണം അല്ലേ? പിന്നെ നല്ല ഹെൽപ്പേഴ്സ് വേണം. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഇപ്പൊ നമ്മള് ഇവര് 4 സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ അത് നമുക്ക് ആവശ്യം വന്ന കൂട്ടും, നമുക്ക് പണി കുറവാണെങ്കിൽ കുറയ്ക്കും. ഇപ്പൊ ഇത് ഇടുന്ന സമയത്തൊക്കെ നമുക്കൊരു 10 ആള് സ്ഥിരം 10 ആള് 8 ആളൊക്കെ വേണ്ടി വരും. നനയ്ക്കണം. 3 നേരം നനയ്ക്കും. നനയ്ക്കും. 3 നേരം നന കൊടുക്കും. എത്രയാണ് ഇതിന്റെ ഒരു സമയം? എത്ര മാസം നമുക്ക് ഇത് വിളവെടുപ്പ് ഉണ്ടാവും? നമുക്കൊരു മാസം, മാക്സിമം ഒരു മാസമൊക്കെ വിളവെടുപ്പ് ഇത് കിട്ടും. മാസം കഴിഞ്ഞാൽ ഡെയിലി കിട്ടും. ഡെയിലി നമ്മൾ എന്തായാലും ഈ ഒരു തണ്ണിമത്തൻ കൃഷി ആദായകരമാണ്. കറക്റ്റ് സീസണിൽ കിട്ടണം, വില കിട്ടണം. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കൃഷി. മറ്റുള്ള കൃഷിമാരിയല്ല. നമ്മുടെ നാട്ടിലുള്ളതിന് കൂടുതൽ ഒരു ഡിമാൻഡ് ഉണ്ട് തോന്നുന്നു. പുറത്തുനിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വരുന്നതിനും ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടൻ തണ്ണിമത്തിന് ഡിമാൻഡുള്ള. ഇവൻ ടേസ്റ്റ് കൂടുതലുണ്ട്, മധുരം കൂടുതൽ. പിന്നെ ഇത് എന്തൊക്കെ? ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് വെറൈറ്റി കണ്ടു. ഇനി എന്തൊക്കെ വെറൈറ്റി? യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ചിൻ്റെ. അത് നമ്മൾ വളരെ കുറച്ചേ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഇവിടെ സെയിൽ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് സ്റ്റാളുണ്ട് പള്ളിപ്പുറത്ത്.
അവിടെയും സെയിൽ ആ, നേരിട്ടും സെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വില അതെ കിട്ടും. അതെ അതെ Full rate അതിനുള്ളത് ല്. മാത്രമേ ഞങ്ങൾ ചെയ്യുന്നത്. അത് നല്ല സെയിലാണ് അവിടെ സ്റ്റാളിൽ. പിന്നെ കൂടുതലും നമ്മുടെ ആ റെഡ് നമ്മുടെ അതെ അതെ red അല്ലേ? റെഡ് ആണ്. ഏറ്റവും കൂടുതൽ അതെ അതെ ഇത് കാണാനും ഒരു രസമാണ്, ആ, ടേസ്റ്റും അതെ. നല്ല മധുരം. हाँ मेरा तो अच्छा काम है तनिमतन का। मैं केरला में आया वो 5 साल आता है। 5 साल आया, 4 साल तनिमतन काम है। अभी सुपर है। ആദ്യമായിട്ട് ചെയ്ത് കൃഷി വകുപ്പ് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയ പ്രോത്സാഹനമാണ് ഇത് ചെയ്യാൻ വേണ്ടി. അതിൽ ചില ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. ആ വർഷം നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ലാഭകരമാണ്. നമുക്ക് സീസൺ നോക്കി കൃഷി ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഈ നല്ല ചൂട് സമയം, അതുപോലെ തന്നെ ഈ നമ്മുടെ നോമ്പിൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ലാഭകരമായിട്ട് പോകാൻ കഴിയും. എന്നാലും ഈ വേനലൊക്കെ തുടങ്ങി ചൂടുകാലമായി, ഇനി എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് വാട്ടർ അതെ മെലൺ. അതെ അതെ അപ്പോൾ എന്തായാലും വാട്ടർമെലൺ കൃഷി വളരെ വിപുലമായി ചെയ്യുന്ന പവനൻ ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. കുറച്ച് സഹായികളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ഒരു ഹെൽപ്പോട് കൂടി അദ്ദേഹം ഈ ഒരു സീസൺ കറക്റ്റ് നോക്കി തന്നെ കൃഷി ഇട്ടു. അത് ആ രീതിയിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് അദ്ദേഹം. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.